ISLന്റെ ആദ്യ സെമിഫൈനലിൽ ബാംഗ്ലൂരു എഫ് സി ഗോവയെ നേരിടുമ്പോൾ ഈ പോരാട്ടങ്ങൾ മത്സരഫലത്തിൽ നിർണായക പങ്കുവഹിക്കും. ബംഗളൂരു FC ആക്രമണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് റയാൻ വില്യംസിനെയാണ്. മികച്ച ഡ്രിബിളിംഗ് കൊണ്ടും ക്രോസുകൾ കൊണ്ടും എതിരാളികൾക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന റയാൻ നിരവധി ഗോൾ കോൺട്രിബ്യൂഷനുകൾ ഈ സീസണിൽ ഇതിനോടകം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പൂട്ടുക എന്നുള്ള ഉത്തരവാദിത്തം ആകാശ് സാങ്വാനായിരിക്കും. ലെഫ്റ്റ് ബാക്ക് ആകാശ് സാങ്വാൻ പ്രതിരോധത്തിൽ മാത്രമല്ല ആക്രമണത്തിലും മികച്ചൊരു സീസണാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മധ്യനിര ആര് നിയന്ത്രിക്കുമോ അവര് കളി ജയിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വെയ്പ്പ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരുവിന്റെ ആൽബർട്ടോ നോഗുവേര തുടർച്ചയായ ഗോൾ കോൺട്രിബ്യൂഷനുകളുമായി എല്ലാ മത്സരത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹമായിരിക്കും ബാംഗ്ലൂരുവിന്റെ കളി നിയന്ത്രിക്കുക. മറുവശത്ത് ഗോവയ്ക്കായി കാൾ മക്യു എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അൺസങ് ഹീറോയായി മികച്ച പ്രകടനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാഴ്ചവെക്കുന്നുണ്ട്. കാൾ മക്യുവിനെ മറികടന്ന് പോകുവാൻ എതിരാളികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അതിന് സാധിക്കുമോ ആൽബർട്ടോ നൊഗുവേരയ്ക്ക്? ഗോവയുടെ ആക്രമണങ്ങൾ മെനയുന്നതും ഗോൾ അടിക്കുന്നതുമെല്ലാം ഐക്കർ ഗോരച്ചനെയാണ്. ഫാൾസ് നയനായി കളിച്ച് എതിരാളികളുടെ പ്രതിരോധത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി അത് മുതലെടുക്കുന്ന ഗോവയുടെ തന്ത്രം വിജയിക്കാതിരിക്കണമെങ്കിൽ രാഹുൽ ബേക്കയും കൂട്ടരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മികച്ച ഫോമിലാണ് രാഹുൽ ബേക്കെ. ഗോൾ അടിക്കുകയും എതിരാളികളെ ഗോൾ അടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന രാഹുൽ ബേക്കെ ഈ സീസണിൽ നല്ല മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് വേണ്ടിയും ബാംഗ്ലൂരു FC വേണ്ടിയും കാഴ്ചവെച്ചിരിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കില്ല ബാംഗ്ലൂരുവും ഗോവയും ആദ്യ പാദത്തിൽ. ഈ മത്സരത്തിൽ ഏത് പോരാട്ടമാകും നിർണായകമാവുക? കമന്റ്സിൽ സൂചിപ്പിക്കുക.